കുട്ടനാട്ടിന്റെ ഭംഗി കാണണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ വരണം. നമ്മൾ ഫുഡ് കഴിക്കുന്നത് നേരെ ആ ബാക്കി കാണുന്ന ഷാപ്പിൽ നിന്നാണ്. നമുക്ക് നോക്കാം. കുട്ടനാടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ഥലമാണോ, അല്ലെങ്കിൽ കുറച്ച് ഷാപ്പുകളുണ്ട്. എൻ്റെ ചാനലിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 20-25 വീഡിയോയ്ക്ക് മേലെ പല ഷാപ്പുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ സെലക്ട് ചെയ്ത എൻ്റെ ഫേവറേറ്റ് സ്ഥലത്താണ് ഉള്ളത്. അപ്പം ഇന്ന് 7-8 പേരുണ്ട്. ഇത് എൻ്റെ ബ്രോ ആരോമലിൻ്റെ മോള്. ഇത് കൂടാതെ ഒരു ചേർച്ച് കൂടെ വിസിറ്റ് ഉണ്ട്, പുളിങ്കുന്ന് ചേർച്ച്. നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ്റെ വിനയത്താണ്ടി വരുവായ ഷൂട്ട് ചെയ്ത്. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ചേർച്ച് കൂടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ചേർച്ച് പുളിങ്കുന്നിലാണ്. പുളിങ്കുന്നിലെ ഏറ്റവും ഫേമസ് ആയ, ഞാൻ ഏറ്റവും ആരാധിക്കുന്ന, അങ്ങേയറ്റം ഞാൻ മാത്രമല്ല നിങ്ങളും, GVM ഗൗതം വാസുദേവ് മേനോൻ്റെ വിനയത്താണ്ടി വരുവായ ഷൂട്ട് ചെയ്ത ചേർച്ചാണ്. ആ ചേർച്ചിലോട്ട് ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ട് പോകുന്നുണ്ട്. ഇനി കുറച്ച് ആഹാരം കഴിച്ചേക്കാം അല്ലേ. ഷാപ്പിൽ വരുമ്പം എപ്പോഴും ഈ പറയുന്ന കുറേ കാലമായിട്ട് വന്നിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ നോക്കിയാൽ മതി, ഒരുപാട് മേ ബി ഒരു 20+ വീഡിയോസ് ഷാപ്പ് തന്നെ, കുട്ടനാട് ഷാപ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഇത്രയും പേരുള്ളത് കൊണ്ട് ഞാനൊരു വലിയ വരാൽ, ഏകദേശം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 1.5 കിലോ വെയിറ്റുള്ള അമ്മാതിരി ഒരു വരാല്. പിന്നെ ഓഫ് കോഴ്സ് ഷാപ്പിൽ വന്നാൽ നമ്മൾ കപ്പ കഴിക്കണമല്ലോ. കപ്പയ്ക്ക് ഈ പറയുന്ന ശകലം മീൻചാറ് ഒഴിച്ചിട്ട് ഈ പുളി അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ശരിക്കും പറഞ്ഞാൽ ഈ മീൻചാറിനകത്ത് ഭയങ്കരമായിട്ട് ഉണ്ടാവുകയെ. പിന്നെ ഈ പറയുന്ന കക്ക ഇറച്ചി, ലേശം കപ്പ. ഈ സാധനം കാണുമ്പം അത്ര അങ്ങ് കഴിക്കാൻ തോന്നുക. മൃണാൾ ആക്ച്വലി മീൻ പിച്ചുന്നതാണേ, നടുക്കുന്നൊരു പിക്ചർ. അത്രയൊന്നും നമ്മളായിട്ടില്ലല്ലോ. ഇതിനെ നമ്മുടെ നാട്ടിൽ എന്നാ പറയുന്നത്, ഈ പറയുന്ന സാലഡ് അല്ലെങ്കിൽ എന്താ പറയുക, കച്ചമ്പറോ അങ്ങനെ എന്തോ പറയുമല്ലോ. ഇവിടെ വന്നിട്ട് ഞാൻ കേട്ട ഒരു പേരാണ്, എന്തായിരുന്നു, സർലാസ് എന്നാ പറയുക, ചള്ളാസ് എന്നല്ല. അതെ ചെമ്മീൻ. അത്രയൊക്കെ പറയാനുള്ളൂ. ചെമ്മീനെ കുറിച്ചൊന്നും പറയാനില്ല. എൻ്റെ ചെമ്മീൻ എന്ന് സുന്ദരിയാണ്. അത് നല്ല ചൂടോടെ കൊള്ളാം. ചേട്ടാ ശ്വാസം വിടട്ടെന്ന്, ഇവിടം വരെ ഫുഡ് ഇരിക്കുക. ഞാൻ വരാല്ലത് ഇത്ര നീളമുള്ള 1.5 കിലോയുടെ വരാൽ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം 1300 ഗ്രാമേ ഉള്ളത്. എനിക്കൊന്നത് 2 കിലോ പുറത്തുള്ള വരാലായിരുന്നു. അത്രയും കഴിച്ച് പോർക്ക്, കക്ക, അപ്പം, ഇത്രയും സാധനം കഴിച്ചിട്ടേ. അപ്പം നമ്മളിനി ഇവിടെ ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് എനിക്ക് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട സ്ഥലമാണ് പുളിങ്കുന്ന് ചർച്ച്. അത് ഈ പറയുന്ന വിനയത്താണ്ടി വരുവായ അതിലൊരു റെഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും, പക്ഷേ എനിക്ക് അത്രയും പ്രിയങ്കരമായി കഴിഞ്ഞ 10-15 വർഷമായിട്ട്, മേ ബി വിനയത്താണ്ടി വരുവായ 2010 ആണെന്ന് തോന്നുന്നു, ആ ഒരു സീൻ തൊട്ടേ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ കാർ ഓടിച്ചിങ്ങനെ പോകുന്നതും, ഈ പറയുന്ന ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതും. മേ ബി എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ ആ ടൈമിൽ 2010 ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ ഷോ കാണിക്കാൻ ഒരു ടാബും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയൊക്കെ കിടപ്പുണ്ട്. അപ്പം അത്രയും ഇഷ്ടമാണ് എനിക്ക് ആ സ്ഥലം. ഗൗതം മേനോൻ്റെ കാര്യം പറയണ്ടല്ലോ, നമ്മുടെ കൺകണ്ട ദൈവമാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അങ്ങനെ കുട്ടനാട്ടിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ പറയുന്ന ഗൗതം മേനോൻ്റെ
ആ ഒരു മൂവി 2010-ലുള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പോഴും വിനയ് താണ്ടി വരുവായ ഇരുന്ന് കാണുന്ന എത്രയോ പേരുണ്ടാവും. അതിലെ ആ ഒരു സീൻ, ജെസ്സി, വേണ്ട അതേക്കുറിച്ച് കൂടുതൽ പറയണ്ട. ഈ 16 വർഷമായിട്ടും ഞാൻ എപ്പോൾ കുട്ടനാട് വന്നാലും ഈ ചേർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ടേ പോകാറുള്ളൂ. അങ്ങനെ ഒരു ആത്മബന്ധം ഈ ചേർച്ചുമായിട്ട് എനിക്കുണ്ട്. അത് ഗായത്രി ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. ലൈക്ക് ഭയങ്കര സെറീൻ അല്ലെങ്കിൽ ട്രാങ്ക്വിലിറ്റിയുടെയൊക്കെ എക്സ്ട്രീമാണ് ഈ ചേർച്ച് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഈ ചേർച്ച് എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ ഈ പറയുന്ന റിലിജനുമായിട്ട് ബന്ധപ്പെടുത്തിയോ അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാലും എല്ലായിടത്തും പീസ്ഫുൾനെസ് ഉണ്ട് ആക്ച്വലി. അങ്ങനെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോകൾ തീരുന്നില്ല, ഇനിയും ഞാനും ഗായത്രിയും വരുന്നുണ്ട്. പല പല സ്ഥലങ്ങൾ, പല പല ഫുഡ് സ്പോട്ട്സ്, പല ഡെസ്റ്റിനേഷൻസ് എല്ലാം വരുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം അല്ല. ബൈ ഗൈസ്.